ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് എല്ലാം വ്യത്യസ്തമാണ്. ഡയബറ്റിക് പ്ലേറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഡിറ്റോക്സ് ടോണിക്ക് റെഡി ആയി കഴിഞ്ഞു. നമസ്കാരം, എല്ലാ MVTVയുടെ പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ പേര് ഷെഫ് രാജു. ഞാൻ കഴിഞ്ഞ 33 വർഷക്കാലമായിട്ട് ഷെഫായിട്ട് ഇന്ത്യയിലും വിദേശത്തും ജോലി ചെയ്യുന്നു. ഇന്ന് ഞങ്ങളിവിടെ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൻ്റെ പേര് ബേസിക്കലി ഇത് പ്രമേഹ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഡയറ്റ് പ്ലേറ്റ് എന്നാണ്. ഈ ഡയറ്റ് പ്ലേറ്റ് എന്നൊരാശയം ഞങ്ങളിൽ വന്നത് ഹാർവസ്റ്റ് കാറ്ററിങ് കേരളത്തിൽ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ കഴിഞ്ഞ 27 വർഷ കാലഘട്ടമായിട്ട് ഞങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. എല്ലാവർക്കും ഞങ്ങളുടെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഫുഡാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു പുതിയ ആശയം പലരും ഞങ്ങളോട് ചോദിക്കുന്നു. ഞങ്ങൾക്ക് വരുന്ന കസ്റ്റമേഴ്സിലൊരു 1000 പേരുടെ ഫംഗ്ഷൻ നടത്തുമ്പോൾ അതിൽ ഏറ്റവും ചുരുങ്ങിയത് 5 തൊട്ട് 10% വരെ തീവ്ര പ്രമേഹ രോഗം ഉള്ളവരായിരിക്കാം. അപ്പോൾ അവരൊക്കെ ഞങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കിക്കൊണ്ട് വരുന്നില്ലല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടി നല്ല സ്വീറ്റ് ഉണ്ടാക്കുന്നു, നല്ല ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു എന്നൊക്കെ ഞങ്ങളോട് ചോദിക്കും. അപ്പോൾ ഞങ്ങൾ ശരിക്കും അത് ഞങ്ങളെ സങ്കടപ്പെടുത്തുകയും അത് ഞങ്ങളൊരു എന്താണ് ഞങ്ങൾക്ക് ഒരു കാറ്ററിംഗ് കമ്പനി എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ച് മാനേജ്മെൻറ്റൊക്കെ ആയിട്ട് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു ആശയമാണ് ഡയറ്റ് ഫുഡ് ഒന്ന് ചെയ്യണം എന്നുള്ളത്. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ കണ്ടെത്തിയൊരു മാർഗം ചങ്ങനാശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ബഹുമാന്യനായ പൗത്രിപിതാവ് കേരളത്തിലെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഫിലിം എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടി ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടു കൂടി ചെയ്യുന്ന ഏഷ്യയിലെ ആദ്യത്തെ കോളേജാണ്. അപ്പോൾ ഞങ്ങൾ അവരെ സമീപിക്കുകയും അവരൊരു നല്ല പിന്തുണ ഞങ്ങൾക്ക് തരികയും അപ്പോൾ ഞങ്ങൾ സംയുക്തമായിട്ട് ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് ധാരാളം എപ്പിസോഡുകളായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്ന, ഒരു എപ്പിസോഡിൽ തീരില്ല. ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഡയബറ്റിക് പ്രിവെൻറ്റീവ് ഡിറ്റോക്സ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ജ്യൂസാണ്. അപ്പോൾ അത് ആദ്യം ഒരു ജ്യൂസ് നമ്മൾ വെറും വയറ്റിൽ കഴിക്കുന്നു. അതിൻ്റെ കൂടെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ പ്രമേഹ രോഗികൾക്ക് അറിയാമല്ലോ, നമ്മളെപ്പോലെ സാധാരണക്കാരെ പോലെ 3 നേരം ഭക്ഷണം കഴിച്ചാൽ പോരാ, അവർക്ക് അവരുടെ മീലിൻ്റെ ഇൻ്റർവെൽസ് കൂടുതലുള്ളത് കൊണ്ട് ഒരു 5 മീലായിട്ടാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ്, ബ്രഞ്ച് ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ഒരു ബ്രഞ്ച്, പിന്നെ ലഞ്ച്, അതിനുശേഷം ഒരു 6 മണി ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്കൊരു സ്നാക്സ്, ഈവനിങ് ടീക്ക് പകരം അവർക്ക് ചായ കുടിക്കാൻ പറ്റില്ല, മധുരമിട്ട് കഴിക്കാൻ പറ്റില്ല, പേസ്ട്രി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ്, പിന്നെ ഡിന്നർ. ഇതൊരു ദിവസത്തെ മീലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതൊരു 1 വീക്ക് നമ്മൾ ഈ രീതിയിലൊരു ഡയറ്റ് പ്ലേറ്റ് ഫോളോ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും പ്രമേഹ രോഗത്തിൽ നിന്ന് വളരെയധികം മാറ്റം കിട്ടുമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് തെളിവാണ്. അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറാണ് ഞാൻ. ഡയറ്റ് പ്ലേറ്റ് എന്ന പ്രോഗ്രാമിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഞങ്ങൾ തയ്യാറാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നതും അതിനെന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം അല്ലേ. ഇന്ന് ഞങ്ങളിവിടെ തയ്യാറാക്കുന്നത് ഡയബറ്റിക് പ്ലേറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരു ഹെൽത്തി ഓംലെറ്റാണ്. നോർമലി എല്ലാവരും വീട്ടിൽ ഓംലെറ്റ് ഉണ്ടാക്കും. പിന്നെ എന്താണ് ഈ ഷെഫ് ഇവിടെ വന്നിട്ട് ഹെൽത്തി ഓംലെറ്റ് എന്ന് പറയുന്നത് എന്ന് നോക്കുമ്പം നിങ്ങളത് കാണുക. അതിനകത്തായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചേർക്കുന്നതെന്നൊന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മുട്ട നിങ്ങളുടെ വീട്ടിലുള്ള മുട്ട ഉപയോഗിക്കാം, കോഴിമുട്ട ഉപയോഗിക്കാം, നാടൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ താറാവ് മുട്ട ഉപയോഗിക്കാം, അവൈലബിൾ ആയിട്ടുള്ള ഏത് മുട്ട ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ നാട്ടിൽ കിട്ടുന്ന പച്ചക്കറികൾ എന്താണ്, അപ്പോൾ ഞങ്ങളിവിടെ കാണിക്കുന്ന വെജിറ്റബിൾ എല്ലാം ഒന്നും നിങ്ങളുടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികൾ ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് പാലക്കാണ്, ചീര. ഇപ്പോൾ ഈ ചീര കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ചീര മതി. ഇലക്കറി, ഇതിന് പകരം ചീരയ്ക്ക് പകരം നമുക്ക് മുരിങ്ങയില ഉപയോഗിക്കാം, അതുപോലെ മത്തയുടെ ചെറിയ ഇല ഉപയോഗിക്കാം, പാവയ്ക്കയുടെ ചെറിയ ഇല ഉപയോഗിക്കാം. ഏത് ഇലക്കറികൾ ഉപയോഗിച്ചാലും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്നത് പാലക്കുണ്ട്, പിന്നെ ഫ്രഞ്ച് പാർസലിയാണ്. പിന്നെ ബാക്കി ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് എണ്ണ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് അല്ലെങ്കിൽ ഏതാണ് എണ്ണ അവൈലബിൾ ആയിട്ടുള്ളത് ഉപയോഗിക്കാം. കുരുമുളക് പൊടിയുണ്ട്, തക്കാളി, ചെറിയ തക്കാളി, അത് ഞാനിവിടെ എനിക്ക് അവൈലബിൾ ആയതുകൊണ്ട് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ വലിയ തക്കാളി ഉപയോഗിക്കാം. ഉപ്പ്, ഒരു പീസ് മുള്ളങ്കി, കുക്കമ്പർ, ഉള്ളി. ഇതിപ്പം വെളുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ചോദിക്കുക തന്നെ അത് വെള്ള വെനിയനാണ് മാർക്കറ്റിൽ കിട്ടുന്നത്. ചുമതായാലും വെള്ളയായാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് കിട്ടുന്നത് വെച്ച് ഉപയോഗിക്കാം. ഓംലെറ്റ് എന്ന് പറയുമ്പം നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, ഞാൻ ചേർക്കുന്ന ചീരയാണ്. ചീര ഞാൻ ഉപയോഗിക്കുന്ന ചീരയ്ക്ക് പകരം നിങ്ങൾക്ക് കിട്ടുന്ന ഏത് ചീര എടുത്താലും കുഴപ്പമില്ല. ഇലക്കറികളെല്ലാം തന്നെ നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ അത് ചെറിയ ഇതിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുക. ഇത് ഇനി പച്ചയ്ക്ക് നിങ്ങൾക്ക് ഇത് മുട്ടയ്ക്കകത്ത് കിടന്നാൽ വേഗില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെള്ളത്തിൽ വേണമെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കാം. തിളച്ച വെള്ളത്തിലിട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെയ്യുന്നത് പച്ചയാണ്, കാരണം പച്ചയ്ക്ക് കഴിക്കുന്നതാണ് നല്ലത്. ഞാൻ യൂഷ്വലി കഴിക്കുന്ന ഒരു രീതിയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇല നമ്മൾ അരിഞ്ഞിട്ടു.
ഒരു ചെറിയ സവോളയുടെ ചെറിയൊരു പീസ്, കാരണം ഇതൊന്നും അധികം വേകണമെന്നില്ല. ഓംലെറ്റിനകത്ത് സാധാരണഗതിക്ക് നമ്മൾ ഉള്ളിയും ഇതൊക്കെ ചേർക്കുന്ന പോലെ തന്നെയുള്ളൂ. പച്ചമുളക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. ഞാനിവിടെ പച്ചമുളക് ഉപയോഗിക്കുന്നില്ല, പകരം ഞാൻ കുരുമുളകാണ് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കുരുമുളകും പച്ചമുളകും ഒന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ആണെങ്കിലും ചേർത്താൽ മതി. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് 2 മുട്ടയാണ്. സാധാരണഗതിക്ക് ഒരു നോർമൽ ഒരാൾക്ക് 2 മുട്ട ധാരാളം മതിയാവും. ഇനി ഇതിൻ്റെ എഗ് യോഗ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെള്ളം മാത്രമാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ എഗ് യോഗ് കൂടി എടുക്കുന്നുണ്ട്. 2 മുട്ട ഒരാൾക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് നോർമലായിട്ടുള്ള വിശക്കുന്ന ഒരാൾക്ക് ഒരു 2 മുട്ടയെങ്കിലും ഉണ്ടെങ്കിൽ തികയുള്ളൂ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾ വെള്ളം എടുക്കുകയാണെങ്കിൽ 4 or 5 നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ചും ചെയ്യാം. മുട്ട ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് ഫ്ലഫി ആയിട്ട് കിട്ടും നന്നായിട്ട്. നമ്മൾ കൈകൊണ്ട് ബീറ്റ് ചെയ്യുമ്പോൾ ഉള്ളതെന്താണെന്ന് വെച്ചാൽ ഇത്രയും പതഞ്ഞ് നമുക്ക് കിട്ടാൻ പാടാം. ഇനി എഗ് ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണഗതിക്ക് സ്പൂൺ കൊണ്ട് നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യാം. അപ്പോൾ ഞാനത് ഇതിലേക്ക് ഒഴിച്ചു. കുറച്ച് പാലക്ക് ഇപ്പോൾ ഞാൻ ചേർത്തതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഇതിനകത്തേക്ക് അടുത്തതായി ഞാൻ ചേർക്കുന്നത് പാർസലിയാണ്. പാർസലിക്ക് പകരം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഇലകൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന ചീര ഇലയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൃഷിത്തോട്ടത്തിലോ പറമ്പിലോ അടുക്കളത്തോട്ടത്തിലോ ഒക്കെയുള്ള വേറെ ഏതെങ്കിലും പച്ചക്കറി ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. ഞാനിട്ടത് പാർസലിയും പാലക്കും മുട്ടയുമാണ് ഇപ്പോൾ ഇത് ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിടാം. ആവശ്യത്തിന് ഉപ്പിടുക. കുരുമുളക് പൊടി അല്ലെങ്കിൽ മുളക് പൊടി അല്ലെങ്കിൽ പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ചേർക്കാം. ഞാൻ ഇതിനകത്ത് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പം ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഓംലെറ്റ് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട ബീറ്റ് ചെയ്തു. മുട്ടയ്ക്കകത്തേക്ക് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഒനിയനുണ്ട്, പാലക്കുണ്ട്, പാർസലിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, ഉപ്പുണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് പറഞ്ഞ ഓപ്ഷനാണ് പാലക്കും പാർസലിയും. അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. തക്കാളിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് അരിഞ്ഞ് ചേർക്കാം. പക്ഷേ ഞാനിതിനകത്ത് ചെയ്യുന്നത് ഒരു സലാഡായിട്ട് സൈഡ് വെക്കുന്നതിനാണ്. അപ്പോൾ നമ്മൾ ഈ മീറ്റ് ചെയ്ത സാധനം ഒന്ന് നന്നായി എടുക്കുന്നു, ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊരു ഫ്രൈ പാനിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒലിവ് ഓയിലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ എണ്ണ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ കുക്ക് ചെയ്യുന്ന നിങ്ങളുടെ കിച്ചണിലെ എണ്ണ എടുക്കാം. എണ്ണ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് അധികം ആവശ്യമില്ല. ഓക്കെ, ഹൈ പ്രഷറാണ്, അതാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. നമ്മൾ എണ്ണ പാനിലൊന്ന് ശരിയായ രീതിയിൽ എടുത്തു. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലക്ക്, മുട്ട, ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ എത്ര വേണമെങ്കിലും കൂട്ടിയെടുക്കാം. ഇതിനകത്ത് ഇനി അഡീഷണൽ എന്തെങ്കിലും പച്ചക്കറി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ശരിക്ക് നമ്മൾ മറ്റ് ഈ ദോശയും അപ്പവും ഇങ്ങനെയൊക്കെയുള്ള സാധനം ഒഴിവാക്കാൻ നമുക്ക് വയറ് നിറയാനും വിശപ്പും ഒഴിവാകണം. അതുപോലെ തന്നെ നമുക്ക് ഡയബറ്റിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫുഡാവണം. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ചെറുതായിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുക. ഇത് ശരിക്കും ഇലക്കറി മാത്രമായിട്ട് നമുക്ക് കഴിക്കാൻ, ഇപ്പോൾ ഒരു പാലക്ക അരിഞ്ഞ് തന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കില്ല. അപ്പോൾ അതിൻ്റെ കൂടെ മുട്ടയും അല്പം ഉപ്പും കുരുമുളക് പൊടിയും എരിവും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തിയുമാണ്, കഴിക്കാനൊരു ടേസ്റ്റ്. ഇപ്പോൾ നമുക്ക് വീട്ടിലുള്ളവർ പറയും ഈ ഡയബറ്റിക്കാർക്കൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കെല്ലാം നല്ല ഫുഡ് ഉണ്ടാക്കും, അവർക്കൊരിക്കലും ചോയ്സ് ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടുകാർക്കാണെങ്കിലൊരു കഴിക്കാനൊരു മടിയാണ്. അപ്പോൾ അത്തരം ആൾക്കാരെ പ്രതീക്ഷിച്ചാണ് നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് വെറും ഓംലെറ്റ് ആയിട്ട് കഴിക്കാൻ ഒരു ഓംലെറ്റ് കഴിച്ചുകൊണ്ടൊന്നും ചിലപ്പോൾ നമ്മുടെ വയറൊന്നറിയില്ല. അപ്പോൾ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് പ്രോട്ടീൻ ഉണ്ട്, എങ്കിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ പാലക്കിൻ്റെ കൂടെ നമ്മളൊരു മുട്ടയും കൂടെ ചേർക്കുമ്പോൾ ഇത് കഴിക്കാൻ നല്ല രസമാണ്. ശരിക്കിത് അധികം വേഗരുതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന പാലക്കാണ്. പാലക്ക് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പോഷകഗുണങ്ങളും പല ന്യൂട്രിയൻറ്റും നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നമ്മുടെ ഓംലെറ്റ് നിസ്സാര സമയം മതി, ഓംലെറ്റ് റെഡിയായി. ഇത്രയേ ഉള്ളൂ. മുട്ട വെന്തു, പാലക്ക് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ഫുഡ് ഒന്നും ടേസ്റ്റി ഫുഡല്ല. പ്രമേഹ രോഗികൾക്ക് ചോദിക്കും ഞങ്ങൾക്ക് ടേസ്റ്റി ഫുഡില്ലേന്ന്. ടേസ്റ്റി ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട, പ്രമേഹം നമുക്കുണ്ടെങ്കിൽ എല്ലാ ഫുഡുകളും നമുക്ക് ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ ഓംലെറ്റ് റെഡിയായി. വളരെ സിമ്പിളാണ്, ഇത്രയും സമയം മതി, കൂടുതൽ സമയമൊന്നും വേണ്ട. അപ്പോൾ ഇത് ഓംലെറ്റ് മാത്രം കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ വയറ് ഫുൾഫില്ലാവില്ല. അപ്പോൾ അതിന് പകരം സൈഡിലേക്ക് വെക്കാൻ വേണ്ടി റാഡിഷാണ്. റാഡിഷിൻ്റെ ഈ തോല് നന്നായിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി. മാർക്കറ്റിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാകും. നല്ല രീതിയിൽ മണ്ണെടുത്ത് കളഞ്ഞാൽ മതി. ശരിക്കും ഇതിൻ്റെ റെഡിഷും വൈറ്റിഷും കൂടെ ചേർത്ത് കഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിനൊരു ഗാർണിഷിനായിട്ട് കുറച്ച് റാഡിഷ് എടുക്കുകയാണ്.
ശരിക്കും റാഡിഷ് ഔഷധ ഗുണമുള്ള സാധനമാണ്. നോർമലി നമ്മൾ കറികൾക്കകത്തൊക്കെ ഉപയോഗിച്ച് എടുക്കുന്നതാണ്. കുറച്ചൊരു വ്യത്യാസം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പം നമ്മളൊരു കുറച്ച് റാഡിഷ് ഇതിൻ്റെ സൈഡിലേക്ക് വെച്ചു. ഇനി നമുക്ക് കുറച്ച് കുക്കമ്പർ എല്ലാവരും കഴിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് കുക്കമ്പർ നമ്മളിങ്ങനെയൊക്കെ ഈ ടൂളൊന്നും ഇപ്പം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇതൊന്നും വേണ്ട, കത്തി കൊണ്ട് അരിഞ്ഞെടുത്താൽ മതി. ഞാൻ പിന്നെ ഇവിടെ ഒരു സ്റ്റൈലിഷ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട്, ഞങ്ങൾ പ്രൊഫഷണൽ ഷെഫ്സ് ആയതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്യുന്നതാണ്. കുറച്ച് കട്ട് ചെയ്തെടുക്കുക. കാരണം കുറച്ച് കട്ട് ചെയ്തെടുത്താലും ധാരാളം മതിയാവും. ഞാൻ ആ കുക്കമ്പറിനെ കൂടി ഈ സൈഡിൽ വെച്ചു. പിന്നെ തക്കാളി ആണ് അടുത്തത്. തക്കാളി നിങ്ങൾക്ക് ഒരു 3-4 സ്ലൈസ് ആവശ്യത്തിനുള്ളത് സ്ലൈസായിട്ട് എടുക്കുക. ഇതിൻ്റെ കൂടെ ഇത് മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും വെജിറ്റബിൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ ചേർത്ത് എടുക്കാവുന്നതാണ്. ഇനി നമ്മളിതിന് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഒരല്പം കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസിനെ ഒരല്പം പെപ്പർ സോൾട്ടും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അല്പം ഉപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ നോർമലി നമ്മളിപ്പം പാലക്ക് കഴിക്കാൻ പറഞ്ഞാൽ ഡയബറ്റിക്കാർക്ക് കുറച്ച് പാലക്ക് എടുത്ത് കൊടുത്താൽ അവർ കഴിക്കില്ല. ഒരു മുട്ട ഓംലെറ്റ് എന്ന് പറയുമ്പോൾ എന്നും നമ്മൾ കഴിക്കുന്ന കോമൺ ആണെന്ന് പറയും. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് എല്ലാം വ്യത്യസ്തമാണ്. പേഷ്യൻസിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഡയറ്റ് പ്ലേറ്റിൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ജ്യൂസ് വരുന്നുണ്ട്. പിന്നെ മറ്റ് വിഭവങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ എപ്പിസോഡിനകത്ത് വരുന്ന ഡയറ്റ് പ്ലേറ്റിലെ ഹെൽത്തി ഓംലെറ്റ് പാലക്ക് ഓംലെറ്റാണ്.